അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തൻ്റെ ഭർത്താവ് എന്ന പേരുള്ള ജസീറിൻ്റെ ആ നീചമായ പ്രവൃത്തി നൂർജഹാനെ ദേഷ്യം പിടിപ്പിച്ചു. കണ്ടില്ലേ, രണ്ട് പെണ്ണുങ്ങളെ കണ്ടപ്പോൾ പിന്നാലെ ഫോളോ ചെയ്തിരിക്കുന്നു. എന്താണില്ലേ, എന്താണ് ഇവൻ്റെയൊക്കെ മനസ്സിൽ? എന്നാൽ നൂർജഹാൻ ഒന്നും അറിയാത്ത പോലെ തന്നെ നിന്നു. റിസ്വാന വക്കീലിനെ ഹോസ്പിറ്റലിനകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പഠിച്ചോനെ, ഒന്നും ഉണ്ടായിരുതല്ല. എന്നാൽ ഈ സമയം അതാ സിസ്റ്ററോട് ചോദിക്കുന്നു അയാൾ, മാഡം ഇപ്പോൾ വന്ന് പേഷ്യൻറ്റിൻ്റെ പുറത്ത് നിൽക്കൂട്ടോ, പറയാം. എന്നാൽ നൂർജഹാനും അവിടെ തന്നെ ഉണ്ടായിരുന്നു. നേരെ നൂർജഹാൻ്റെ തൊട്ടടുത്ത സീറ്റിലായിട്ട് അതാ അവൻ വന്നിരുന്നു. മാഡം, പിന്നെ എൻ്റെ ഹെൽപ്പ് എപ്പോഴും ഉണ്ടാവും. മാഡത്തിൻ്റെ പേര് എന്താ? ഒരു നിമിഷം അവൻ്റെ ആ കോഴിത്തരം കണ്ട് അവൾക്ക് ദേഷ്യമാണ് വന്നത്. എങ്കിലും അവൾ അങ്ങനെ വിട്ടുകൊടുത്തില്ല. ശബ്ദം മാറ്റിക്കൊണ്ട് പറഞ്ഞു, റസിയ. ഓ, റസിയ. റസിയ കാണാൻ സുന്ദരിയായിരിക്കും അല്ലേ? ഈ മനോഹരമായ കൈകൾ കണ്ടാലറിയാം. റസിയ, പിന്നെ റസിയ എന്ത് ചെയ്യുന്നു? അപ്പോൾ നേരത്തെ കണ്ടത് അതാര അനിയത്തിയാണോ? അതെ. എന്താ റസിയ എന്താ ചെയ്യുന്നത്? എന്താ പറയാൻ ബുദ്ധിമുട്ടാണോ? സോറി എന്ന് ഞാൻ ചോദിക്കുന്നില്ല. റസിയെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിനുള്ളൊരു ആഗ്രഹം തോന്നിയിട്ടുണ്ട്. റസിയയ്ക്ക് എന്തെങ്കിലും ഹെൽപ്പ് എൻ്റെ ഭാഗത്തുനിന്ന് വേണോ? പിന്നെ റൂം ഇവിടെ, അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുകയാണെങ്കിൽ റൂം ഇവിടെ സെറ്റാക്കാം. ഓക്കെ, എന്ത് ഹെൽപ്പ് വേണമെങ്കിലും അറിയിക്കണം. നമ്പർ, എന്തിനു വേണമെങ്കിലും വിളിക്കണം. ഒരു ചായ കുടിച്ചാലോ? റസിയ വരൂ. അവൾ കാര്യമായിട്ടൊന്നും മിണ്ടിയില്ല. തൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു ദുഷിച്ച സ്വഭാവമാണ് അവൾക്ക് നേരിട്ട് കാണുവാൻ കഴിഞ്ഞത്. വരൂ, ഒരു ചായ കുടിക്കാം. പിന്നെ റസിയക്ക് ഭർത്താവുണ്ടോ? ഭർത്താവ് ഇല്ലെങ്കിൽ, ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഇല്ലെങ്കിൽ തീർച്ചയായും, ഉണ്ടെങ്കിൽ ചാൻസ് കിട്ടുമ്പോൾ ഒന്ന് പറഞ്ഞാൽ റസിയക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തുതരും. എന്നാൽ അവൾക്ക് ദേഷ്യമാണ് വന്നത്. അവളുടെ കൈ തരിക്കുന്നുണ്ടായിരുന്നു. ഒരൊറ്റ അടിക്ക് മുഖം അടിച്ചു പൊളിക്കാനാണ് തോന്നിയത്. പഠിച്ചവനെ, വല്ലാത്തൊരു ദുഷ്ടം തന്നെയാണിത്. കാരണം ഞാൻ സഫീറിൻ്റെ വൈഫായി അഭിനയിച്ച് കയറി. പക്ഷേ ഇവൻ ഇത്രമാത്രം നീചൻ ഇപ്പോഴും ആകുമെന്ന് വിചാരിച്ചില്ല. ഇവനോട് പകരം വീട്ടുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. എന്നാൽ ഇത്രക്കും മോശമായ രീതിയിൽ റസിയൊന്നും പറഞ്ഞില്ല. എനിക്ക് റസിയെ കണ്ടപ്പോഴേ അതാ ഞാൻ അവിടെ നിന്ന് നോക്കിയത്. പിന്നെ പെട്ടെന്ന് അതാ അങ്ങോട്ട് സിസ്റ്റർ വന്നു. വേഗം തന്നെ അതാ നൂർജഹാൻ എഴുന്നേറ്റ് പോയി നോക്കി. മേഡം, പിന്നെ അവൾക്ക് ടെൻഷനാണ്, വേറെ കാര്യമായിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ടെൻഷനാണ്, ഒരു ഗ്ലൂക്കോസ് കയറ്റി റെഡിയായി നിങ്ങൾക്ക് പോകാം, വേറെ കുഴപ്പമൊന്നുമില്ല, നോ പ്രോബ്ലം. കാരണം ഒന്നും കാണുന്നില്ല കേട്ടോ. അൽഹംദുലില്ലാ. അവളെ ഡിസ്ചാർജ് ഇല്ല, ഒരു മുക്കാൽ മണിക്കൂർ അവിടെ കിടക്കട്ടെ കേട്ടോ. നിങ്ങളവിടെ നിന്നോളൂ, ഞങ്ങളിവിടെ നോക്കിക്കോളാം, കുഴപ്പമില്ല. അങ്ങനെ അതാ അവൾ വീണ്ടും പഴയ സ്ഥാനത്ത് വന്നിരുന്നു. കാലമാടം പോയി തോന്നുന്നുണ്ട്. എന്നാൽ അവൾ എഴുന്നേൽക്കുന്നതും പോകുന്നതും എല്ലാം അവൻ നോക്കിയിരുന്നു. പെട്ടെന്ന് തന്നെ അതാ അവളുടെ പിന്നിലായിട്ട് റസിയ. റസിയ ഒരു നിമിഷം അവൾ ഞെട്ടിത്തെരിച്ചു പോയി. അതെ, അയാൾ, ആ കള്ള ജസീർ എൻ്റെ പിന്നിലുണ്ട്. റസിയ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? നിൻ്റെ കൂടെയുള്ള പേഷ്യൻ്റ് എന്താ ഗ്ലൂക്കോസ് ഇട്ട് കിടക്കുകയാണോ? എന്തായാലും 1 മണിക്കൂർ പിടിക്കും, 1-2 മണിക്കൂറൊക്കെ പിടിക്കും. നമുക്ക് ഒന്ന് പുറത്തു പോയി ഒന്ന് ചായ കുടിച്ചു വന്നാലോ? അവൾക്ക് ദേഷ്യം പതഞ്ഞു പൊങ്ങി. പക്ഷേ ഞാൻ കൂടുതൽ ഒച്ച വെച്ചാൽ എൻ്റെ ശബ്ദം അവൻ തിരിച്ചറിയും. അതുകൊണ്ട് തന്നെ അവൾ ശബ്ദം മാറ്റി, നോ താങ്ക്സ് എന്ന് പറഞ്ഞു. റസിയ, നിൻ്റെ ശബ്ദം എത്ര മനോഹരമാണ്. വാ, നമുക്കൊന്ന് പുറത്തു പോകാം. എന്തായാലും 2 മണിക്കൂർ ഇവിടെ ഇരുത്തിരിക്കണ്ടേ? ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ പേഷ്യൻറ്റിൻ്റെ കൂടെയുള്ള ആൾക്കാരൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. റസിയയെ വളരെയധികം അതാ അവൻ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ജസീർ. റസിയ ഒന്നും മിണ്ടാത്തന്നെ നിന്നു. തൻ്റെ ഭർത്താവ് എന്ന പേരുള്ള ജസീറിൻ്റെ ആ ഒരു കളികൾ, അതെല്ലാം അവൾക്ക്
ഒന്ന് സെർച്ച് ചെയ്യണമായിരുന്നു. എന്തൊക്കെ തന്നെയായാലും. എന്നാൽ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റു. നേരെ ക്യാൻറ്റീനിലേക്ക് പോയി ഒരു ഗ്ലാസ് ചായ കുടിക്കുവാൻ വേണ്ടിയിട്ട്. അവൾ ഒന്നും മൈൻഡ് ചെയ്തില്ല. എന്നാൽ അവളുടെ തൊട്ടു മുന്നിലായിട്ട് അല്പസമയം കഴിഞ്ഞപ്പോൾ അവൻ വന്നു ഒരു ഗ്ലാസ് ചായയുമായി. ഒരു നിമിഷം, റസിയ, നിങ്ങളെന്താ ഇവിടുത്തെ ജീവനക്കാരനാണോ? റസിയ, നീ ക്യാൻറ്റീനിൽ നിന്ന് ചായ കുടിക്കേണ്ട പെണ്ണല്ല, മറിച്ച് 5 സ്റ്റാർ ഹോട്ടലിലേക്കാണ് പോകേണ്ടത്. വരൂ എൻ്റെ കൂടെ. ശരിക്കും അവൻ്റെ ചിന്താഗതിയെല്ലാം മാറിയിരിക്കുന്നു. അപ്പോഴേക്കും അവൻ തന്നെ പാട്ടിലാക്കുവാനുള്ള തീരുമാനമാണെന്നുള്ളത് അവൾക്ക് ഏറെക്കുറെ മനസ്സിലായി. അവളുടെ മനസ്സിൽ റിസ്വാൻ വക്കീൽ അവിടെ ICUവിൽ കിടക്കുന്നത്, ഇവിടെ തൊണ്ട വരണ്ടിട്ട് ഒരു ഗ്ലാസ് ചായ അല്ലെങ്കിൽ വെള്ളം എന്നുള്ള രീതിക്ക് വന്നതാണ്. പക്ഷെ അപ്പോഴും അവൻ്റെ ആ കാമക്കണ്ണുകൾ കൊണ്ടുള്ള ആ നോട്ടം ശരിക്കും അവൾക്ക് മനസ്സിലായി. ഹോ, ഇത്രക്കൊരു നീചനായ ഒരാളാണല്ലോ. എന്നാൽ ആ നിമിഷം തന്നെ അതാ റസിയ ഫോൺ എടുത്തു. ആ നിമിഷം അവൻ പറഞ്ഞു, വേണ്ട, ആരും വിളിക്കൊന്നും വേണ്ട, നിനക്ക് ഇഷ്ടമുള്ള സൗകര്യമുള്ള നിൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അത് മുഴുവനും ഞാൻ നിനക്ക് ഇന്ന് സാധിപ്പിച്ചു തരുന്ന ദിവസമാണ്. നിനക്ക് എന്ത് വേണമെങ്കിലും, എത്ര ലക്ഷക്കണക്കിന് രൂപ വേണമെങ്കിലും ഞാൻ തന്നിരിക്കും. പിന്നെ ഇതുപോലൊരു സുന്ദരി പെണ്ണ്, ശരിക്കൊരു അറബിച്ചി ലുക്കുണ്ട്. സത്യം പറ, നീ അറബിച്ചിയാണോ? അറബിച്ചിയാണോ? എനിക്ക് നിന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുകയാണ്. ശരിക്കും ഒരു അറബിക് ലുക്കിലാണ് നീ വന്നിട്ടുണ്ട്. അറബിക് സെക്സി ഗേൾ, അതാണ് നീ. ശരിക്കും അവൾക്ക് തോന്നിപ്പോയി ഒരൊറ്റ അടിക്ക് അവനെ തലക്കടിച്ച് കൊല്ലണമെന്ന്. ഇല്ല, ഇപ്പോൾ തന്നെ വെളിപ്പെടുത്താനായിട്ടില്ല. അവൾ പെട്ടെന്ന് ആ ചായ 1 ഗ്ലാസ് കുടിച്ചു. അതിൻ്റെ ക്യാഷ് കൊടുത്തു. അതെ, ദയവായി എന്നെ ശല്യപ്പെടുത്തരുത്, എനിക്ക് അവിടെ വരും ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്യാനുള്ളതാണ്. റസിയ, ഒരു അരമണിക്കൂറെങ്കിലും എന്നോടൊപ്പം ഒന്ന് സംസാരിച്ചിരുന്നൂടെ? എന്നാൽ അവൻക്ക് എന്തിന് കേടാണെന്ന് അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി. അവൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് തന്നെ തിരിച്ചു. നേഴ്സിനോട് ചോദിച്ചു, സിസ്റ്റർ എന്തായി? അതെ, ഒരു മണിക്കൂറും കൂടെ വേണം കേട്ടോ. 1 മണിക്കൂറും കൂടെ കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് കഴിയും. സിസ്റ്റർ, ഞാൻ അങ്ങോട്ട് അല്ല, വേണ്ട, നിങ്ങളവിടെ പുറത്തിരുന്നോളൂ. കാരണം പുറത്തുള്ളവരൊന്നും പ്രവേശിപ്പിക്കാറില്ലേ ഇവിടെ, അതിൻ്റേതായിട്ടുള്ള സിസ്റ്റർമാരൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ എല്ലാവരെയും അങ്ങോട്ട് നമുക്ക് പ്രവേശിപ്പിക്കാൻ പറ്റൂല. മാഡം, നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം. ഒരു 5 മിനിറ്റ് കേട്ടോ, കൂടുതൽ നിൽക്കാൻ പറ്റൂല. അപ്പോൾ തന്നെ അതാ അവൾ ICUക്ക് അകത്തേക്ക് കയറി. മോളെ ഋഷു. അവൾ കണ്ണുകൾ തുറന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, അത് ഞാനേ അപ്പോഴത്തെ ടെൻഷനിൽ എനിക്ക് ആകെ തല കറങ്ങുന്ന പോലെയൊക്കെ തോന്നി, വേറൊന്നുമല്ല. എന്നാലും സഫീർ, ഒന്നും വിഷമിക്കണ്ട. പിന്നെ ഋഷു, ഞാൻ ഒരു കാര്യം പറയാം. എന്ത് കാര്യം? അതായത് ജസീറിനെ ഞാൻ എങ്ങനെയെങ്കിലും കൊടുക്കാൻ നോക്കുന്നുണ്ട്. നമ്മൾ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ട്. എന്നോട് പല പ്രാവശ്യമായി പറയുന്നു, വാ നമുക്ക് റൂമിലേക്ക് പോകാം, റൂം എടുക്കാം, നിനക്ക് ഫുഡ് വാങ്ങിച്ചു തരാം, എന്താ വെച്ചാൽ തരാം, നീ എൻ്റെ കൂടെ വാ, അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ തന്നെ ഞാനാണെന്നുള്ള കാര്യം അറിഞ്ഞിട്ടില്ല. എന്തായാലും ഈ പർദ്ദ ഹിജാബൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെയുള്ള കുറച്ച് കള്ളന്മാരെ പിടിക്കാൻ കൂടിയത് നല്ലതാണ്. ശരിക്കും റിസ്വാൻ വക്കീൽ പറഞ്ഞു. ആണല്ലേ? അത് എങ്ങനെയെങ്കിലും അതെ, സഫീറിനെ കണ്ടുപിടിക്കാൻ കൂടിയുള്ള ഒരു ഇതാണിത്. റിസ്വാൻ വക്കീൽ അവൾ പതുക്കെ എഴുന്നേൽക്കുവാൻ വേണ്ടി ശ്രമിച്ചു. നൂർജഹാൻ പറഞ്ഞു, വേണ്ട, നീ റെസ്റ്റ് എടുക്ക്. അതാ, ഇനി 1/2 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ നമുക്ക് പോകാം. പിന്നെ നിന്നെ വീട്ടിലാക്കി തരണമല്ലോ, അവിടെ അവരൊറ്റയ്ക്കല്ലേ. എനിക്കും വൈകുന്നതിന് മുമ്പേ വീട്ടിലെത്തണം. അതായത് അല്ലെങ്കിൽ എൻ്റെ അമ്മായിമ്മ എന്ന് പറഞ്ഞുള്ള എൻ്റെ അമ്മായി ഉണ്ടല്ലോ, അവള്, പിന്നെ എൻ്റെ ഭർത്താവ് എന്ന് പേരുള്ള ആ ഒരു പെൺകോന്തന്, അവരൊക്കെ എൻ്റെ നേർക്കെടുക്കും. അതിനു മുമ്പ് തന്ത്രപരമായിട്ട് ഇവിടുന്ന് പുറപ്പെടണം. എന്നാൽ ഈ സമയം അതാ ഹോസ്പിറ്റലിൻ്റെ ആ റൂമിന് ICUക്ക് പുറത്ത് നഴ്സിനോട് ചോദിക്കുന്നു, മാഡം, ഇവിടെ ഒരു ഹിജാബ് ധരിച്ചുകൊണ്ട് ഒരു പെണ്ണ്, അവളൊന്ന് വിളിക്കുമോ? ഓ, അവൾ പേഷ്യൻറ്റിനോട് സംസാരിക്കുകയാണല്ലോ, നിങ്ങൾ ആരാണ്? ഞാൻ അവളുടെ ഓക്കെ, ഞാൻ വിളിക്കാം മാഡം. അപ്പോൾ തന്നെ അതാ സിസ്റ്റർ വന്ന് വിളിക്കുന്നു. പിന്നെയുണ്ടല്ലോ, പുറത്താരോ വിളിക്കുന്നുണ്ട്. ഓക്കെ മോളെ ഋഷു. അതെ, 1/2 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ നമുക്ക് പോകാം കേട്ടോ. അത് കഴിയാനായി ഗ്ലൂക്കോസ്. ഒന്ന് റിലാക്സ് ആവും കേട്ടോ. ഇപ്പോൾ ഒന്നുമില്ല എനിക്ക്.
ആയിക്കോട്ടെ, സമാധാനമായി. നമുക്ക് സഫീറിൻ്റെ കാര്യത്തിൽ കണ്ടുപിടിക്കാം. ഒരിക്കലും നീ വിഷമിക്കണ്ട കേട്ടോ. അങ്ങനെ അതാ അവൾ ഐസിയുവിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ വെള്ളാരം കണ്ണുകൾ കൊണ്ട് അതാ അവൻ വല്ലാത്തൊരു നോട്ടം നോക്കുന്നു ഹിജാബ് ധരിച്ച നൂർജഹാനെ. ഒന്നും പറഞ്ഞില്ല. നമുക്ക് ഒന്ന് പുറത്തു പോയാലോ? എങ്ങോട്ടാ? അല്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് സംസാരിക്കാനോ? എന്ത്? നീ ശരിക്കൊരു അറബിച്ച് ലുക്കുള്ള പെണ്ണാണ്. എനിക്ക് നിന്നെ കണ്ടപ്പോൾ എനിക്കതിനൊന്നും താല്പര്യമില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? താല്പര്യം ആരെ കാണുമ്പോഴാണ് നിനക്ക് കൂടുതൽ താല്പര്യം? എനിക്ക് നല്ല സുന്ദരനായ ചെറുപ്പക്കാരെ കാണുമ്പോഴാണ് താല്പര്യം. അതെ, എനിക്ക് നിങ്ങളത്ര പ്രായമുള്ള ആളുകളോട് ഒരിക്കലും താല്പര്യമില്ല. ചെറിയ ചെറുപ്രായക്കാരുടെ, അതായത് ഏകദേശം ഒരു 25-26 വയസ്സ് ഒക്കെയുള്ള ചെക്കന്മാരെയാണ് എനിക്കിഷ്ടം. അല്ലാതെ നിങ്ങളത്ര അതിനെന്താ? നല്ല ചെറുപ്പക്കാരനെ ഞാൻ കാണിച്ചു തരാം. പക്ഷേ ചെറുപ്പക്കാരനെ കാണിച്ച് അവൻ്റെ കൂടെ അല്പസമയം ചിലവഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് നിന്നെ വേണം. എന്താ, പറ്റുമോ? ഒരു നിമിഷം നൂർജഹാൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. ആരായിരിക്കോ ചെറുപ്പക്കാരൻ? എന്നാൽ അവൾ ഏകദേശം അവൻ്റെ രൂപം പറഞ്ഞു. അതെ, നല്ല വെള്ളാരം കണ്ണുകളുള്ള, നല്ല മനോഹരമായ മുടികളുള്ള, അത്യാവശ്യം കുറച്ച് മസിലും കാര്യങ്ങളൊക്കെ ഉള്ള, പാകത്തിന് ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ള, നല്ല ചുവന്ന ചുണ്ടുകളും ഒക്കെയുള്ള ഒരാൾ. അതാണ് അവൻ്റെ മനസ്സിലേക്ക് വേഗം കയറി വന്നത്. മറ്റാരുമായിരുന്നില്ല, അതെ, എൻ്റെ അനിയൻ സഫീർ. എൻ്റെ അനിയൻ സഫീറിനെയാണ് ഇവൾ ആഗ്രഹിക്കുന്നത്. അതുപോലുള്ള ആളുകളെ അത്രേ. എന്തൊക്കെ തന്നെയായാലും വേണ്ടില്ല. അതിനെന്താ മേഡം, നിങ്ങൾ വരൂ. നിങ്ങളുടെ അനിയത്തി പേഷ്യൻ്റ് ഗ്ലൂക്കോസ് കഴിയുമ്പോഴേക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി വന്നാലോ? ഇന്ന് സമയമില്ല. ഇനി അരമണിക്കൂർ 20 മിനിറ്റ് ഇനി ബാക്കിയുള്ളൂ. എൻ്റെ അനിയത്തി ഒറ്റയ്ക്കാവില്ലേ? ഞാൻ പിന്നീട് ഒരിക്കൽ വരാം. അതായിരിക്കും നല്ലത്. നാളെ പറ്റുമോ? നാളെ പറ്റുന്നുണ്ടെങ്കിൽ വന്നാൽ ഞാൻ അവനെ കാണിച്ചു തരാം. നിനക്ക് പറ്റുമോ എന്ന് നോക്കാം. എന്നിട്ട് ഓക്കെ, അങ്ങനെ ചെയ്യാം. നാളെയോ മറ്റന്നാളോ? ഓക്കെ. എന്നാൽ ഒരു 1/4 മണിക്കൂർ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അവൻക്ക് സന്തോഷമായി. നമ്പർ കേട്ടോ തന്നില്ലേ? ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി, കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. നീ പറയുന്ന സ്ഥലത്ത് ഞാനെത്തും. പിന്നെ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. എന്താ, ക്യാഷ് വല്ലതും? നോ താങ്ക്സ്, അതൊന്നും വേണ്ട. അങ്ങനെ അവൻ അപ്പോൾ തന്നെ പുറപ്പെട്ടു. ഒരു നിമിഷം നൂർജഹാൻ്റെ മനസ്സിൽ കത്തിയാളുന്ന തീയായിരുന്നു. എടാ ജസീർ, നിനക്കുള്ള ഞാൻ തരാമടാ. നീ എന്തിനു വേണ്ടിയിട്ടാണ്? എന്നെ കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണോ? നീ എന്നെ ചതിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് മോനെ. അന്ന് എന്നെ നീ കൊണ്ടുപോയിട്ട് അതെനിക്കറിയാം. ഇപ്പോൾ ഞാൻ ചെറുപ്രായക്കാരനെയാണ് ആവശ്യമെന്ന് പറഞ്ഞപ്പോൾ നീ ഒരു സുന്ദരനായ ചെറുപ്പക്കാരനെ കാണാൻ വേണ്ടി എന്നെ കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. എനിക്കറിയാം നിൻ്റെ പ്ലാൻ എന്താണെന്ന്. എന്നാൽ ഈ സമയം ജസീർ വിചാരിക്കുന്നു, സുന്ദരി പെണ്ണ്, സുന്ദരി അറബിച്ചി പെണ്ണ് റസിയ. അതെ, അവളെ എന്തു ഭംഗിയായിരിക്കും അവളുടെ ശരീരം. ഏതായാലും എൻ്റെ ഭാര്യ എനിക്കൊന്നും തരുന്നില്ല ഇപ്പോൾ. അവൾ പേരിന് എൻ്റെ ഭാര്യയാണ്, പിന്നെ അടക്കി ഭരിക്കാൻ നോക്കുകയാണ്. അല്ലെങ്കിലും അവളെ എന്തെങ്കിലും മെഡിസിൻ കൊടുത്തിട്ടെങ്കിലും അവളെ മയക്കണം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അവൾ ചില്ലറക്കാരിയല്ല. എന്തിനാ? നൂർജഹാൻ അല്ലെങ്കിൽ എന്താ, എനിക്ക് ഇവളുണ്ടല്ലോ, റസിയെ അവൾക്ക് കാണിച്ചു കൊടുക്കണം, ചെറുപ്രായക്കാരനായ സുന്ദരനായ യുവാവിനെ. എന്നിട്ട് സഫീറിനെ കാണിച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ള കാര്യം. സഫീറിനെ തൊടാൻ പോലും തോന്നൂല അവനെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല ഒരിക്കൽ പോലും. എന്തിനു സമ്മതിക്കണേ? അതൊക്കെ എനിക്കുള്ളതല്ലേ. അവൾക്കുള്ള ഡ്രിങ്കിലൊക്കെ അങ്ങ് മായം ചേർത്ത് ഞാനങ്ങ് കുടിപ്പിക്കൂലേ, എന്നിട്ടങ്ങ് കൊണ്ടുപോകൂലേ ഞാൻ വല്ല റിസോർട്ടിലേക്കോ അല്ലെങ്കിൽ വല്ല ഫ്ലാറ്റിലേക്കോ. എന്നിട്ട് റസിയ, നിൻ്റെതെല്ലാം ഞാനങ്ങ് എടുക്കും. അവൻ്റെ മനസ്സിൽ അതായിരുന്നു ചിന്തകൾ. അവളുടെ വിചാരം ഞാൻ അവളെ അങ്ങ് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അവനക്ക് മറ്റൊരു വിചാരം കൂടിയുണ്ട്. അതായത് ചെറുപ്രായക്കാരൻ യുവാവുമായി അവൾക്ക് ഇഷ്ടമാണ്. എന്നെയാണ് പറ്റാത്തത്. കാണിച്ചു കൊടുക്കാം അവൾക്കുള്ളതൊക്കെ. അവൻ്റെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് ബാക്കി പണി ഞാനങ്ങ് ചെയ്യും. ശരിക്കും അവൻ്റെ മനസ്സിലെ ആ ഒരു ചെകുത്താൻ അതായിരുന്നു മന്ത്രിച്ചിരുന്നത്. എന്നാൽ ഈ സമയം ശരിക്കും ജസീറിൻ്റെ സ്വഭാവമെല്ലാം കണ്ടറിഞ്ഞ നൂർജഹാന് ദേഷ്യം കൊണ്ട് വിറക്കുകയാണ്.
എക്സ്ക്യൂസ് മീ, ഗ്ലൂക്കോസ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ആ നൂർജഹാൻ അതാ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് എത്തി. ഓക്കെ അല്ലേ? കയ്യിലൊട്ടിച്ച ആ ഒരു സ്റ്റിക്കറെല്ലാം അവർ പറിച്ചെടുത്തു. ഓക്കെ അല്ലേ? അതെ ഓക്കെ. ഓ, ഇങ്ങനെ ഉണ്ടാവാറുണ്ടോ? ഇല്ല. എന്നാൽ അപ്പോൾ തന്നെ അതാ റിസ്വാന നൂർജഹാൻ്റെ കൈ പിടിച്ചു. എടി, ജസീർ എങ്ങാനും? ഇല്ല, അവൻ പോയിട്ടുണ്ട്. പിന്നെ ഒരു ടിസ്റ്റുണ്ട്, നല്ലൊരു അടിപൊളി ടിസ്റ്റാണ്, അത് ഞാൻ പറയാം. എന്താ? വാ, ആദ്യം നിനക്ക് എന്തെങ്കിലും വാങ്ങിത്തരാം. ഗ്ലൂക്കോസിലല്ലേ കഴിയുന്നത്, വാ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം. സഫീറിൻ്റെ കാര്യത്തിൽ നീ ഒന്നും വിഷമിക്കണ്ട. ഇൻഷാ അല്ലാ ഞാൻ തന്നെ അവനെ രക്ഷിച്ചു തരും. അതായത് ഞാൻ പറഞ്ഞു, അതൊക്കെ ഞാൻ പിന്നീട് പറയും, ഇപ്പോൾ ഭക്ഷണം കഴിക്ക്. എന്ത് പറഞ്ഞത്? എന്നിട്ട് മതി ഭക്ഷണം. നീ ഭക്ഷണം കഴിക്കാൻ വാ പെണ്ണേ, വേഗം വാ. സ്നേഹത്തോടെ നൂർജഹാൻ റിസ്വാന വക്കീലിന് ഭക്ഷണം വാങ്ങിക്കൊടുത്തു. കഴിക്കും മോളെ. പിന്നെ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ, സഫീറിനെ ഞാൻ രക്ഷിച്ചിരിക്കും, എന്നെക്കൊണ്ട് കഴിഞ്ഞ രീതിയിൽ കേട്ടോ. എന്തായാലും ജസീറിനെ ഇങ്ങനൊരു കാണാൻ പറ്റിയതിൽ എനിക്ക് കുറച്ച് സന്തോഷമാണ് ഉള്ളത്. നോക്കിക്കോ, അവൻ്റെ എല്ലാ കള്ളത്തരങ്ങളും എല്ലാം ഞാൻ പൊളിച്ചെടുക്കും, നോക്കിക്കോ. അങ്ങനെ അവർ അതാ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. റിസ്വാന വക്കീലിൻ്റെ വീട്ടിലേക്കാണ് കൊണ്ടാക്കുന്നത്. പാവം ആ വല്യമ്മയും ആ ഐഷുവും ആമിയൊക്കെ കാത്തിരിക്കുന്നുണ്ടാവും അല്ലേ. നമ്മൾ അവർക്ക് വേണ്ടി സ്പെഷ്യൽ ഫുഡെല്ലാം അവർ വാങ്ങിച്ച് അതാ കൊണ്ടു കൊടുക്കുകയാണ്. ഋഷു, പിന്നെ ആമിമോളെ കാണുമ്പോഴേ എന്തൊക്കെയോ തോന്നുകയാണ്. അതായത് ആമിമോൾക്ക് ഉപ്പയുണ്ടല്ലോ ജസീർ, പക്ഷെ അവൻ ഇത്രയ്ക്ക് മോശപ്പെട്ട രീതിയിലാണ് നടക്കുന്നത്. സത്യം പറഞ്ഞാൽ ആ കുട്ടിക്ക് പിതാവ് ജീവനോടുണ്ട്, എന്നിട്ട് പോലും സ്നേഹം ലഭിക്കുന്നില്ല. എന്നാൽ റിസ്വാന പറഞ്ഞു, നൂർത്ത, അതെ, എപ്പോഴും സഫീർ ഉണ്ടാകുമ്പോഴേ അവൾക്ക് എന്തൊക്കെയോ കൊണ്ടുപോയി കൊടുക്കും. ആപ്പാപ്പ എന്ന് വിളിക്കുമ്പോൾ നെഞ്ച് പൊട്ടിപ്പോവും. ഞാനും കരുതും, പാവമാണ്, മോൾക്ക് പിതാവ് ഉണ്ടായിട്ടും ഇങ്ങനെ അവസ്ഥയാണല്ലോ അവൾക്കുള്ളത് എന്ന് വിചാരിക്കും. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ സങ്കടമാണ് അവളുടെ കാര്യത്തിൽ. അതെ, ഈ ദുനിയാവിൽ ഉപ്പമാരുണ്ടായിട്ടും തിരിഞ്ഞു നോക്കാത്ത ഉപ്പമാർ എത്രയോ ഉണ്ട്. സ്വന്തം മക്കളെ ഒരു നോക്ക് കാണുവാൻ പോലും ആഗ്രഹിക്കാത്ത കൊതിക്കാത്ത ആളുകൾ എത്രയോ ഉണ്ട്. ആ കുട്ടിക്കും എത്ര ആഗ്രഹം ഉണ്ടാവും അവളുടെ ഉപ്പയൊന്ന് കാണാൻ വേണ്ടിയിട്ട്. എന്ത് ചെയ്യുക, ചിലരല്ലെങ്കിലും അങ്ങനെയാണ്. അവർ ഭാഗ്യമില്ലാത്ത മക്കളായിരിക്കും. പാവമാണ് ആമയുടെ കാര്യക്കാലേക്കുമ്പോഴേ. ശരിക്കും അവർ രണ്ടുപേരും അവരെക്കുറിച്ച് സംസാരിച്ചു. എന്നാൽ സമയം അല്പം വൈകിയിരുന്നു. വീട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ, മക്കളെ നിങ്ങൾ വന്നോ? ഞാനിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. അല്ല മോളെ, എൻ്റെ കുട്ടി വന്നോ? മോനെ സഫീർ, മോനെ കുറിച്ച് ഉമ്മ അവരിങ്ങ് എത്തിക്കോളും കേട്ടോ. നൂർജഹാൻ സ്നേഹത്തോട് അവരോട് പറഞ്ഞു, ഒന്നും വിഷമിക്കേണ്ട, അവരെത്തിക്കോളും കേട്ടോ, ഒരു കുഴപ്പവും ഉണ്ടാവില്ല ഉമ്മാൻ്റെ മോൻക്ക്. അത് കേട്ടാൽ മതി. കാര്യം ഇപ്പോഴത്തെ കാലം അതങ്ങനെയൊക്കെയാണേ, പറഞ്ഞിട്ട് കാര്യമില്ല. മക്കളെ എന്താ കുടിക്കാൻ വേണ്ടത്? അല്ലമ്മ, എല്ലാം ഞങ്ങൾ കഴിച്ചു, ഇതാ നിങ്ങൾക്കുള്ളത്. മോളെ ആമി ഓടിയെത്തി. വന്നോ? മോളെ ഒരു ദിവസം കൊണ്ടുപോകണ്ട കേട്ടോ വീട്ടിലേക്ക്. ആയിക്കോട്ടെ. എന്നാൽ ആയിഷയ്ക്ക് ഭയമായിരുന്നു. അവർക്ക് നല്ല സ്പെഷ്യലായിട്ടുള്ള ഫുഡെല്ലാം കൊണ്ടു കൊടുത്ത് അവരെല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്. എന്നാൽ നൂർജഹാൻ റിസ്വാനയോട് പറഞ്ഞു, ഋഷു, ഞാൻ പോയിട്ട് വരാം കേട്ടോ. ഇൻഷാ അല്ലാ, നീ ഒന്നും കൊണ്ടും ടെൻഷൻ ആവണ്ട. അപ്പോൾ തന്നെ അവൾ കാറെടുത്ത് അതാ വീട്ടിലേക്ക് പോവുകയാണ്. നേരെ അതാ അവൾ വീട്ടിലേക്ക് പോകുമ്പോൾ വിചാരിച്ചു, ഇനിയിപ്പോൾ എന്തെങ്കിലും മൂപ്പരവിടെ എത്തിയിട്ടുണ്ടാവോ എന്തോ അറിയില്ല. എന്തായാലും വേണ്ടില്ല, ഇനി കാർ എൻ്റേത് കണ്ടിട്ടുണ്ടോ എന്തോ അറിയില്ല. നമ്പറൊന്നും എൻ്റേത് അറിയാൻ ചാൻസ് ഒന്നും ഉണ്ടാവില്ല ഇപ്പോഴന്നെ. ഞാൻ 1-2 കാറൊക്കെ യൂസ് ചെയ്യുമല്ലോ. അപ്പോൾ പിന്നെ ഇനി വീട്ടിലുള്ള ഉപ്പാൻ്റെ കാറും വേണമെങ്കിൽ എടുത്തു കൊണ്ടുവരണം. ഒരു കാറിനാണെന്നൊന്നുമില്ലല്ലോ. എന്താ അറിയില്ല, അവനൊന്നും കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല. അവനെ പെണ്ണെന്ന് പറഞ്ഞാൽ പെണ്ണ് ഭയങ്കര ലഹരിയാണ്. അതിനപ്പുറത്തേക്കായിട്ടൊന്നും അവൻക്കൊന്നും ഓൻ ചിന്തിക്കൊന്നുമില്ല. എന്തായാലും വേണ്ടിയില്ല. അങ്ങനെ അതാ നൂർജഹാൻ അകത്തേക്ക് കയറി. എന്നാൽ ജസീറിൻ്റെ ഉമ്മ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എവിടുന്നാണ് അവൻ വന്ന് കയറുന്നത്? അതെ, ഇവിടെ നിന്ന് നടക്കൂല. എൻ്റെ തോന്നുമ്പോഴുള്ള ഇറങ്ങിപ്പോക്കും തോന്നുമ്പോഴുള്ള വരവും ഒന്നും നടക്കൂല, പറഞ്ഞില്ലാന്ന് വേണ്ട. എന്നാൽ ആ നിമിഷം തന്നെ അവൾ പറഞ്ഞു, ഉമ്മ, പിന്നെ എൻ്റെ ആവശ്യത്തിന് ഉമ്മ പോവുമോ? തിരിച്ചടിയേറ്റതുപോലെയാണ് അവൾക്ക് അത് അനുഭവപ്പെട്ടത്. എന്നാൽ അത് കേട്ടപ്പോൾ
എൻ്റെ നാവിന് കുറച്ച് നീളം കൂടുതലുണ്ട്. എൻ്റെ ആങ്ങളുടെ മോളാന്ന് ഞാൻ നോക്കൂല. അടിൻ്റെ കുറവുണ്ട് എനിക്ക്, നല്ല ചുട്ട അടിൻ്റെ. അതാണ് ജസീറിൻ്റെ കയ്യിന് എല്ലില്ലാതെ ആയിപ്പോയി. വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കാം. അതും പറഞ്ഞ് അവളെ അതാ ഭീഷണിപ്പെടുത്തി അവിടെ നിർത്തി. എന്നാൽ നൂർജഹാൻ പറഞ്ഞു, ഉമ്മ നിങ്ങൾ മറ്റൊഴിന്ന് ഞെട്ടിച്ച പോലെ ഞാൻ ഞെട്ടൂല. നിങ്ങൾ ഇവിടെയുള്ള ഹാദിയാനെയും എല്ലാവരെയും വന്ന് കയറുന്നോലൊക്കെ ഹാദിയെയും ആയിഷയൊക്കെ നിങ്ങൾ ഞെട്ടിച്ചതാണ്. അതൊരിക്കലും നൂർജഹാൻ ഇട്ട് നടക്കൂല. അത് കേട്ടപ്പോൾ അവർ ഞെട്ടി. ഏതാടി ആയിഷ? ആ പേരൂടെ ഉച്ചരിച്ച് പോരുതിയേ. ആ ആയിഷ അറിയില്ലല്ലേ ഉമ്മാക്ക്? അതെ, ഉമ്മാൻ്റെ ആദ്യത്തെ മരുമകളാണ് ആയിഷ. അതുപോലും നീ മനുഷ്യനെ മാനം കെടുത്തല്ലേ കേട്ടോ. ഞങ്ങൾ തറവാടിനെ ഓരോന്നും പഴയതൊന്നും പറഞ്ഞ് കുത്തിപ്പൊക്കി ഉണ്ടാക്കണ്ട. അതൊക്കെ കഴിഞ്ഞു പോയ അധ്യായങ്ങളാണ്. എൻ്റെ ഉമ്മ, അതൊന്നും കഴിഞ്ഞു പോവില്ല. അതൊക്കെ ജീവനോട് തന്നെ ഉണ്ടാവും. അതെങ്ങനെ കഴിഞ്ഞു പോകാൻ? നിങ്ങൾ കൊന്നിട്ടൊന്നുമില്ലല്ലോ. നീ വേണ്ടാത്ത ഒരു അനാവശ്യം പറയാൻ നിൽക്കണ്ട. വീണ്ടും അതാ അവളോട് അവർ പറയുന്നു. അവൾ റൂമിലേക്ക് മൈൻഡ് ചെയ്യാതെ പോയി. എന്നെ ഇങ്ങനെ വരച്ച വരയിൽ നിർത്തുകയാണ് അവർ. വേലക്കാരികളെയൊക്കെ പറഞ്ഞു വെച്ചു. ചോദിച്ചു നോക്കട്ടെ, ഉമ്മ ഇന്നെന്താ ഫുഡ്? ആരടി എനിക്ക് ഇവിടെ ഫുഡ് ഉണ്ടാക്കി വെച്ചിക്കണ്? ഈ എവിടെയും പോയി തെണ്ടി തിരിഞ്ഞ് വരിക, ആവശ്യത്തിന് നേരത്ത് ഫുഡ് ചോദിക്കുക. ഇതിപ്പോൾ എന്താ വെള്ളരിക്കാ പട്ടണോ? ഫുഡ് വേണല്ലോ. എവിടെ? നമ്മുടെ നൂർജഹാൻ അല്പം പോലും ആവശ്യമില്ലായിരുന്നു. അവൾ നല്ല രീതിയിൽ വയറ് നിറച്ച് തന്നെയായിരുന്നു വന്നത്. അവൾക്ക് അറിയാമായിരുന്നു ഈ വീട്ടിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല എന്നുള്ളത്. മടിച്ചാണ് ഉമ്മ, ഒന്നും ചെയ്യൂല. എന്നെക്കൊണ്ട് ജോലി എടുപ്പിക്കാൻ വേണ്ടി വേലക്കാരികളെയൊക്കെ പറഞ്ഞു അയച്ച രീതിയിൽ. എന്താന്നില്ലേ. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ജസീറിൻ്റെ കാറിൻ്റെ ശബ്ദം കേൾക്കുന്നു. ഉമ്മ സിറ്റൗട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഉറപ്പാണ് എന്നെക്കുറിച്ച് നല്ലോണം പറഞ്ഞു കൊടുക്കാനുണ്ടാവും. അങ്ങോട്ട് പറഞ്ഞു കൊടുക്കട്ടെ. എനിക്ക് ഒരു പേടിയും ബേജാറില്ല. ഇവരുടെ കുടുംബത്തിൻ്റെ മഹിമ എനിക്ക് നന്നായിട്ട് അറിയാം. സ്വന്തം അനിയനെ പൂട്ടിയിട്ട് അവനെ വേണ്ടാത്ത പ്രവൃത്തിക്കൊക്കെ വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടിയിട്ടും അവൻ്റെ മേലിൽ കേസ് ചുമത്തുവാനും തെറ്റുകുറ്റങ്ങൾ ചുമത്തുവാനും വേണ്ടിയിട്ട് അവനെ തട്ടിയെടുത്ത ഭീകരനായ ജ്യേഷ്ഠൻ. നാണമില്ലല്ലോ. എന്താന്നില്ലേ. വെറുതെ വിടില്ല നൂർജഹാൻ ഒരൊറ്റ ഒന്നിനെയും. എന്നാൽ ജസീർ അകത്തേക്ക് കയറുന്നു. ഉമ്മ ചായ എടുത്ത്. എന്നോടാടാ ചായ ചോദിക്കണേ? എൻ്റെ കെട്ടിയ പെണ്ണുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ സുഖിച്ച് ജീവിക്കണം. ഓളെ വിളിക്ക്. എന്തോ എനിക്കൊരു ഗ്ലാസ് ചായ ഒന്നൂടെ? ചായ തരാം, ഓളോട് പറയും. അവളെന്നെ വിളിച്ചോട്. നൂർജഹാൻ, നൂർജഹാൻ എന്ന് പറഞ്ഞുകൊണ്ട് അതാ ജസീർ നൂർജഹാൻ്റെ റൂമിനടുത്തേക്ക് പോകുന്നു. ഇൻഷാ അല്ലാ എന്തായിരിക്കും ഈ നൂർജഹാൻ്റെ പ്രതികരണം? നമുക്ക് കാത്തിരുന്ന് കാണാം. ജസീറിൻ്റെയും ഉമ്മയുടെയും അഹങ്കാരങ്ങളെല്ലാം നൂർജഹാൻ നിർത്തുമോ? നമുക്ക് കാത്തിരിക്കാം. ഇൻഷാ അല്ലാ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.